ഉത്തമഗീതം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരി, എൻ്റെ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക, തോഴന്മാരെ കുടിക്കുക, കാമുകന്മാരെ കുടിച്ചു മതിക്കുക. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. മണവാളൻ, എൻ്റെ സോദരി, എൻ്റെ പ്രിയെ, എൻ്റെ മാടപ്പിറാവെ, എൻ്റെ പൂർണ്ണവതി, തുറന്നു തരിക. എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു. ഞാൻ അതെങ്ങനെ അണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി. ഞാൻ ഇനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എൻ്റെ പ്രിയൻ വാതിൽ കുളത്തിൽ പിടിച്ചു. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കുളത്തിൽ ഇറ്റുവീണു. എൻ്റെ പ്രിയനായി ഞാൻ കതക് തുറന്നു. പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു. അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളിലൂടെ ആ കാവൽക്കാർ തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു. എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രമധുരിയാണെന്ന് അവനെ അറിയിക്കണമേ. മാനിനിമാരിൽ അതിസുന്ദരി, ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്ത് മേന്മയാണുള്ളത്? ഞങ്ങളോടിങ്ങനെ കെഞ്ചാൻ മാത്രം നിന്റെ കാമുകന് മറ്റു കാമുകന്മാരെക്കാൾ എന്ത് മേന്മ? എൻ്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, 10,000 അതിശ്രേഷ്ഠൻ. അവൻ്റെ ശിരസ് തനി തങ്കമാണ്. കാക്ക കറുപ്പുള്ള അവൻ്റെ അളക്കാവലി തിരുമാലയ്ക്ക് തുല്യം. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെയാണ്. പാലിൽ കുളിച്ച് തൂവാല തൂകിയ അരിപ്രാവുകളെ പോലെ തന്നെ. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്. അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു. അവൻ്റെ അതരം ലില്ലിപ്പൂക്കളാണ്. അവിടെ നിന്ന് നറും പ്രശന്ത്രം ഈറ്റ് വീഴുന്നു. അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണ ദണ്ടുകൾ. അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്തനിർമ്മിതമാണ്. അവൻ്റെ കാലുകൾ സുവർണ തലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്. എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ, തോഴിമാർ. ഉത്തമഗീതം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അങ്കനമാരിൽ അഴകാർന്നവളെ, നിന്റെ പ്രിയൻ എങ്ങു പോയി? എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത്? പറയൂ, നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം. എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക്, സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ ആട്ടിൻപറ്റത്തെ മേയിക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും. അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയിക്കുന്നു. എൻ്റെ പ്രിയെ, നീ തിരുസാന നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും. കൊടിക്കൂറുകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയദയുമാണ്. നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരിവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ നിരയത്താണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾ തടങ്ങൾ മാതളപ്പഴ കൊതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട്. എന്നാൽ എൻ്റെ മാടപ്രാവ്, എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്.
കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറുകളേന്തുന്ന സൈന്യത്തെപ്പോലെ ഭയതയുമായ ഇവൾ ആരാണ്? ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ, മുന്തിരിവള്ളികൾ മൊട്ടിട്ടോ എന്നറിയാൻ, മാതളങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിലിരുത്തി. ശുലാം കന്യകെ, മടങ്ങിവരൂ, മടങ്ങിവരൂ, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിന് തുറിച്ചു നോക്കുന്നു?